വർഷങ്ങൾക്ക് മുമ്പ് പൊളിച്ചു നീക്കിയ കപ്പലുകൾ പെട്ടെന്നൊരു ദിവസം സമുദ്രമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ എങ്ങനെയുണ്ടാകും? കേൾക്കുമ്പോൾ ഒരു ഹൊറർ സിനിമയിലെ രംഗം പോലെ തോന്നാമെങ്കിലും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്കിലെ ഇന്നത്തെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണിത്. നിലവിലെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ സാധാരണ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഈ പാതയിലൂടെ നിയമങ്ങൾ കാറ്റിൽ പറത്തി പായുന്ന സോംബി കപ്പലുകൾ ആഗോള പ്രതിരോധ മേഖലയെ തന്നെ ആശങ്കയിലായിത്തീരുകയാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. ഔദ്യോഗിക രേഖകൾ പ്രകാരം പൊളിച്ചു കളഞ്ഞ പഴയ കപ്പലുകളുടെ തിരിച്ചറിയൽ രേഖകളും പേരും മോഷ്ടിച്ച് നിയമവിരുദ്ധമായി സർവീസ് നടത്തുന്നവയാണിവ. മരിച്ച കപ്പലുകൾക്ക് വീണ്ടും ജീവൻ വെക്കുന്നത് പോലെ തോന്നിക്കുന്നതിനാലാണ് ഇവയ്ക്ക് സോംബി അല്ലെങ്കിൽ ഗോസ്റ്റ് ഷിപ്പുകൾ എന്ന് പേര് നൽകിയിരിക്കുന്നത്. കടുത്ത രാജ്യാന്തര ഉപരോധങ്ങളും സുരക്ഷാ ഭീഷണികളും മറികടന്ന് ഇന്ധനവും ചരക്കുകളും കടത്താനാണ് ഇത്തരം കപ്പലുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. സമീപ ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 2 സംഭവങ്ങൾ രാജ്യാന്തര ഏജൻസികളെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട്. 5 വർഷം മുമ്പ്, അതായത് 2021 ബംഗ്ലാദേശിലെ ഷിപ്പ് ബ്രേക്കിംഗ് യാർഡിൽ വെച്ച് പൊളിച്ചതായി രേഖപ്പെടുത്തിയ നബീൻ എന്ന എണ്ണക്കപ്പൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്ക് കടന്നതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ 2025 ഒക്ടോബറിൽ ഗുജറാത്തിലെ അലാങ്ങിൽ പൊളിക്കാനായി എത്തിച്ച ജമാൽ എന്ന LNG കാരിയറും കഴിഞ്ഞ വെള്ളിയാഴ്ച ഹോർമൂസ് വഴി പുറത്തേക്ക് പോയതായി കണ്ടെത്തിയിട്ടുണ്ട്. യുദ്ധം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പേർഷ്യൻ ഗൾഫിൽ പ്രവേശിച്ച നബീൽ ഇറാഖിലെ ഘോർ അൽ സുബൈറിലേക്കാണ് പോകുന്നതെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും സിഗ്നലുകളിലെ തടസ്സങ്ങൾ കാരണം ഇതിന്റെ കൃത്യമായ നീക്കങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല. US-ഉം ഇസ്രായേലും ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ മൂലം ഹോർമൂസ് വഴിയുള്ള ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇറാന്റെ കർശന നിയന്ത്രണങ്ങൾ മറികടക്കാൻ പല കപ്പലുകളും തങ്ങളുടെ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഓഫ് ചെയ്ത് ഡാർക്ക് മോഡിലാണ് സഞ്ചരിക്കുന്നത്. കപ്പലുകളുടെ സ്ഥാനം വ്യക്തമാക്കുന്ന AIAS ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്ത് നിരീക്ഷകരുടെ കണ്ണുവെട്ടിക്കാനാണ് ഇത്തരം കപ്പലുകളുടെ ശ്രമം. ഇത് സമുദ്രത്തിൽ കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. മേഖലയിൽ ജാമിങ്ങും സിഗ്നൽ സ്പൂഫിങ്ങും ശക്തമായതിനാൽ കപ്പലുകളുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്തുന്നത് അതീവ ദുഷ്കരമായിരിക്കുകയാണ്. കൂടാതെ ഈ പ്രേത കപ്പലുകൾക്ക് ഇൻഷുറൻസോ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളോ ഇല്ല എന്നത് അപകട സാധ്യത ഇരട്ടിയാക്കുന്നു. പഴയ കപ്പലുകളായതിനാൽ എണ്ണ ചോർച്ചയുണ്ടാകാനുള്ള സാധ്യതയും ഇതിലൂടെ സമുദ്ര മലിനീകരണ ഭീഷണിയും വളരെ വലുതാണ്. നിലവിൽ ചൈന, സിറിയ തുടങ്ങിയ ഇറാൻ സൗഹൃദ രാജ്യങ്ങൾക്കും ഇന്ത്യയെ പോലെ നയതന്ത്ര ചർച്ചകൾ നടത്തിയ രാജ്യങ്ങൾക്കും മാത്രമാണ് ഈ പാതയിലൂടെ ഭാഗികമായി അനുമതിയുള്ളത്. ഹോർമൂസ് ഉടൻ തുറക്കണമെന്നും സമുദ്ര സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള 22 രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ശത്രു രാജ്യങ്ങൾക്ക് മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇറാന്റെ വാദം. ഹോർമൂസ് പാത ഉടൻ തുറന്നില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഈ ഭീഷണികൾക്കിടയിലും ചരക്ക് നീക്കം തുടരാൻ കപ്പൽ ഉടമകൾ നടത്തുന്ന അപകടകരമായ ശ്രമങ്ങളുടെ തെളിവാണ് നബീനും ജമാലും. ഹോർമൂസിലെ ഈ പ്രേത കപ്പലുകളുടെ സാന്നിധ്യം വെറും ഒരു കൗതുക വാർത്തയല്ല, മറിച്ച് ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ തകർച്ചയുടെ സൂചനയായാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്.